അകാത്സുകിയിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയി തോന്നിയ ആ ഒരു മെമ്പർ സത്യത്തിൽ മൊത്തം ഷിനോബി ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ആയിരുന്നു. സോ അകാത്സുകി ഫയൽസിന്റെ 12th ആൻഡ് ഫൈനൽ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു മാനിപ്പുലേറ്ററിനെ പറ്റിയാണ്. ആൻഡ് അവരുടെ പേരായിരുന്നു സെറ്റ്സു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാത്സുകി ഫയൽസ് പോലത്തെ ഇനിയും നല്ല സീരീസുകൾ വരും. അപ്പൊ നമ്മുടെ ഈ ജേർണിയുടെ പാർട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇനി സെറ്റ്സു എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളുടെ ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷൻ ആയിരുന്നു. വൈറ്റ് സെറ്റ്സു പഴയ ഇൻഫിനിറ്റ് സുക്യൂമിയിൽപ്പെട്ട ആളുകളുടെ ശരീരം കൊണ്ടുണ്ടാക്കിയ ഒരു ക്ലോൺ. എന്നാൽ ബ്ലാക്ക് സെറ്റ്സു കാഗുയ ഓസുസുക്കി തന്റെ മരണത്തിന് മുമ്പ് സൃഷ്ടിച്ചു വെച്ച് അവരുടെ തന്നെ ഒരു കറുത്ത നിഴലായിരുന്നു. ആൻഡ് സ്വന്തം അമ്മയെ തിരിച്ച് ജീവിപ്പിക്കാനുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അവനുണ്ടായിരുന്നത്. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി സെറ്റ്സു നൂറ്റാണ്ടുകളായി മിക്ക വലിയ ഷിനോബീസിനെയും പിന്നെ ഉച്ചിയ ക്ലാനിനെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ മാദര ഉച്ചിയെ പോലും ഒരു പൊട്ടനാക്കിക്കൊണ്ടാണ് അവന്റെ കൂടെ നിന്നത്. ഒടുവിൽ മാദരയുടെ ഓർഡേഴ്സ് അനുസരിച്ച് ഒബിറ്റോയെ സഹായിക്കാനും പിന്നെ രഹസ്യങ്ങൾ നിരീക്ഷിക്കാനും വേണ്ടിയിട്ടായിരുന്നു അവൻ അകാത്സുകിയിൽ പോയി ചേർന്നത്. അവസാനം മാദരയാണ് ജയിച്ചതെന്ന് വിചാരിച്ചപ്പോൾ അവന്റെ പുറവിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കാഗുയെ തിരിച്ച് പുനർജനിപ്പിച്ചു. പക്ഷെ ഇത്രയും വർഷങ്ങൾ നീണ്ട മാനിപ്പുലേഷന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു. കാരണം നിഞ്ച വാറിന്റെ ഇടയ്ക്ക് തന്നെ സാസ്കെ അമാതെറാസു ഉപയോഗിച്ച് വൈറ്റ് സെറ്റ്സുവിനെ കത്തിച്ച് ചാമ്പലാക്കി. ബാക്കിയുള്ള ബ്ലാക്ക് സെറ്റ്സു എങ്ങും കാണാതായില്ല. എന്നാൽ നറുട്ടോയും സാസ്കയും കാഗുയെ സീൽ ചെയ്ത കൂട്ടത് അവനെ എന്നേക്കുമായിട്ട് അവരുടെ കൂടെ തന്നെ സീൽ ചെയ്തു. ഇതോടുകൂടി നമ്മുടെ അകാത്സുകി ഫയൽ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു സീരീസുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും സയോനാര.